ഞാനിങ്ങനെ പത്രം വായിച്ച് നിൽക്കുന്ന മണിയാശാനെയാണ് കാണുന്നത്. മണിയാശാൻ രാവിലെ മധുരയിൽ വന്ന് ദേശാഭിമാനി പത്രമൊക്കെ വായിച്ച് നിൽക്കുകയാണ്. നമസ്കാരം മണിയാശാനെ. ഇന്ന് ദേശാഭിമാനി ഇപ്പോഴാണോ വായിക്കുന്നത്? രാവിലെ തന്നെ കിട്ടിയോ? എങ്ങനെയുണ്ട് മധുരയിലെ പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ മണിയാശാൻ ആ രാഷ്ട്രീയത്തെ തുടർന്ന് അങ്ങോട്ട് പാർട്ടി ഏറ്റെടുക്കുന്ന വെല്ലുവിളികളും രാജ്യത്തിൻ്റെ അവസ്ഥ വിഷ്ണുചേട്ടൻ പറഞ്ഞു, സംസാരിച്ചു. മണിയാശാൻ രാജ്യത്തിൻ്റെ ഭാവിയിൽ വളരെ നിർണായകമാണ് ഈ പാർട്ടി കോൺഗ്രസ് എന്നാണ് ഞാൻ കരുതുന്നത്. ഹിന്ദുവർഗീയ ഫാസിസ്റ്റുകൾ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ പാർട്ടിയുടെ മുമ്പിൽ വലിയ കർത്തവ്യമാണ്, വലിയ ഉത്തരവാദിത്വമാണ്. അതിനെതിരെ വളരെ വിപുലമായ ജനകീയ ഐക്യമുണ്ടാക്കി വർഗീയതയ്ക്കെതിരുള്ള പോരാട്ടം സംഘടിപ്പിച്ച് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനുണ്ട്, മറ്റ് ഇടതുപക്ഷ പുരോഗമനശക്തികൾക്കുണ്ട്. അങ്ങനെ ഇടതുപക്ഷം CPIM വർഗീയ വിരുദ്ധ CPIMൻ്റെ ആ നിലപാടിലൊന്നും ആർക്കും സംശയമില്ല. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും UDFും CPIMനെ കുറിച്ച് പറയുന്നത് എന്താ? BJPയുമായി എന്തോ ഒരു ഇടപാട്, മൃദു സമീപനം എന്നൊക്കെ കേരളത്തിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തെ അങ്ങ് കാണുന്നുണ്ടല്ലോ അല്ലേ? അതൊരു കാര്യമാണ്. അവർക്ക് അവിടെ എന്തെങ്കിലും പറഞ്ഞ് നിൽക്കണ്ടേ? വേറെ എന്നാ പറയാനാ? അവർ ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. കേരളത്തിൽ അവിടുത്തെ ഒന്നും പറയാനില്ലാത്ത പ്രതിപക്ഷം ഒന്നുണ്ടോ? അവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഫലപ്രദമായി ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തെ പറ്റി, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റി, LDFന്റെ ഗവൺമെന്റിനെ പറ്റി ഒന്നും പറയാനുള്ള യോഗ്യതയും അന്തസ്സുമില്ല. കേരളത്തിലെ സർക്കാരിന് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ആ നാട്ടിൽ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മധുരയിൽ നിന്നായോണ്ട് അങ്ങനെ ചോദിക്കുന്നത്. പുള്ളി അവിടെ ജീവിക്കട്ടെ, നമ്മളിവിടെ ജീവിക്കാം. അല്ലെ, വസ്തുത എന്താ? നാട്ടിലത്തെ അവസ്ഥ എന്താ? ഒരു കാര്യമാണ്, ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഒരുപാട് കാര്യം ജനങ്ങൾ പ്രതീക്ഷിക്കും. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് പ്രവർത്തിക്കാൻ ഏത് ഗവൺമെന്റിനും കഴിയില്ല. അങ്ങനെ പ്രശ്നമാണ്. അപ്പോൾ അത് കണ്ടോണ്ട് വസ്തുത എന്താണ്, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടു പോകണം. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന്റെ നിലപാട്. അപ്പോൾ പ്രതിപക്ഷം ആ വിശ്വാസമൊക്കെ ആയിട്ട് അവിടെ ജീവിച്ചോട്ടെ അല്ലേ? ജനങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നാണോ? നമ്മൾ നമ്മുടേതായ കാഴ്ചപ്പാടിൽ ജനങ്ങൾ കേരളത്തിലെ സർക്കാരിനൊപ്പവും ഇടതുമുന്നണിക്കൊപ്പവും വിശേഷിച്ച CPIMനൊപ്പവും. അല്ലാതെ അവരുടെ മുമ്പിൽ വേറെ എന്നതാ ഉള്ളത്? പിന്നെ അത് പറയും. അപ്പൊ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ? പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞു 47 മുതൽ വല്യപ്പനും മകളുടെ മകളും എല്ലാം കൂടെ കയറിയിട്ട് അവസാനം ഗാന്ധിജിയെ കൊന്നവരുടെ കയ്യിൽ കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ട് എന്നാ പറയാനാ? പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്ദി ശ്രീ MM മണിയാശാനാണ് സംസാരിച്ചത്.